Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് K2 2024 സ്കീം S4 Maths Group B and C Module 3 ആണ്. ടോപ്പിക് P-values. P-value for Z-test and P-value for T-test. നമ്മൾ Z-tesറ്റും T-tesറ്റും കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ കണ്ടതാണ്. ഇനി ആ Z-tesറ്റും T-tesറ്റും P-value വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. P-values. P-values എന്ന് പറഞ്ഞാൽ എന്താണ്? P-values എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്പർ ആണ്. ആ നമ്പർ എന്തിനാ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാല് സ്ട്രെങ്ത് ഓഫ് എവിഡൻസ് എഗെയിൻസ്റ്റ് എ നൾ ഹൈപ്പോത്തസിസ്. ടു ഡിറ്റർമൈൻ ദ സ്ട്രെങ്ത് ഓഫ് എവിഡൻസ് എഗെയിൻസ്റ്റ് എ നൾ ഹൈപ്പോത്തസിസ് ആണ് P-value. അതായത് നമ്മൾ P-value കണ്ടുപിടിക്കുമ്പോൾ നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ആ അസംഷനിൽ നമ്മുടെ ആ ക്വസ്റ്റ്യനിലുള്ള ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള എവിഡൻസസ് എല്ലാം അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണോ വരണേന്ന് മെഷർ ചെയ്യുന്ന ഒരു വാല്യൂ ആണ് P-value. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ P-value is the probability. അതൊരു പ്രോബബിലിറ്റി ആണ്. കാൽക്കുലേറ്റഡ് അസ്യൂമിംഗ് ദാറ്റ് ദ നൾ ഹൈപ്പോത്തസിസ് ഈസ് ട്രൂ of obtaining a value of the test statistic at least as contradictory to H0 as the value calculated from the available sample. Okay. അതായത് നമുക്ക് സെറ്റ് ടെസ്റ്റും ടി ടെസ്റ്റും പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് H0 കോൺട്രാഡിക്ടറി ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ള മെഷർമെന്റ് ആണ് P-value. ഓക്കെ. അവൈലബിൾ സാമ്പിളിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ആ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് എത്രത്തോളം ആ എവിഡൻസ് സ്ട്രോങ് ആണോ എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നതാണ് P-value. P-value ഒരു പ്രോബബിലിറ്റി ആണെന്ന് പറഞ്ഞു. നമുക്കറിയാം പ്രോബബിലിറ്റിയുടെ വാല്യൂസ് എപ്പോഴും 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. P-value is a probability. P-value must be between 0 and 1. 0നും 1ന്റെയും ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും അതിന് കിട്ടുക. This probability is calculated assuming that null hypothesis true. നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണെന്നുള്ള അസംഷനിലാണ് ഈ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഈ P-valueന്റെ വാല്യൂ സ്മോളർ ആയാൽ അതെന്താ മീൻ ചെയ്യുന്നത് എന്നാണ് അടുത്ത പോയിന്റ്. The smaller the P-value, the more evidence there is in the sample data against the null hypothesis and for the alternative hypothesis. അതായത് P-valueന്റെ വാല്യൂ സ്മോൾ ആയി കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? എഗെയിൻസ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ് ആണ്. അതായത് നൾ ഹൈപ്പോത്തസിസ് ട്രൂ അല്ല എന്നാണ് അത് കാണിക്കുന്നത്. സ്മോളർ ദ P-value ആണെങ്കിൽ എഗെയിൻസ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ് ആണ് ആൻഡ് ഫോർ ദ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ P-value സ്മോൾ ആയി കഴിഞ്ഞാൽ ഈ H0 നമ്മൾ റിജക്ട് ചെയ്യും. അതാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ്. അപ്പൊ എന്താണ് P-value എന്ന് പറഞ്ഞു? അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഇനി ഡിസിഷൻ റൂൾ ബേസ്ഡ് ഓൺ ദ P-value. ഇനി P-valueന്റെ അനുസരിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴും P-value സിഗ്നിഫിക്കൻസ് ലെവലുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഡിസിഷൻ എടുക്കുക. അപ്പൊ ആദ്യം നമ്മളൊരു സിഗ്നിഫിക്കൻസ് ലെവൽ സെലക്ട് ചെയ്യും. അതാണ് ആൽഫ എന്ന് പറയുന്നത് ടൈപ്പ് 1 പ്രോബബിലിറ്റി. അത് ഈ P-value ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആണെന്നുണ്ടെങ്കിൽ എന്താണ് കിട്ടിയിരിക്കുന്ന P-value നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ P-value ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് H0 റിജക്ട് ചെയ്യും. ഇനി P-value ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിലോ ഡു നോട്ട് റിജക്ട്. ഓക്കെ. P-value ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ നമുക്കറിയാം അതാണ് ലാസ്റ്റ് ആ പോയിന്റിൽ പറഞ്ഞത്. P-value സ്മോൾ ആയി കഴിഞ്ഞാൽ നമ്മൾ എഗെയിൻസ്റ്റ് ദ H0 ആണ്. അപ്പൊ P-value സ്മോൾ ആവുന്ന കേസാണ് ഫസ്റ്റ് കേസ്. അപ്പൊ എഗെയിൻസ്റ്റ് H0 ദാറ്റ് ഈസ് റിജക്ട് H0. P-value ഗ്രേറ്റർ ആയി കഴിഞ്ഞാൽ ഡു നോട്ട് റിജക്ട്. അപ്പൊ അതിന് വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ P-value is the smallest significance level alpha at which the null hypothesis can be rejected. Because of this, the P-value is alternatively referred to as the observed significance level for the data. അപ്പൊ P-value എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സിഗ്നിഫിക്കൻസ് ലെവൽ തന്നെയാണ്. സ്മോളസ്റ്റ് സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ at which the null hypothesis can be rejected. Null hypothesis റിജക്ട് ചെയ്യുന്ന ഏറ്റവും ചെറിയ വാല്യൂ ആണ്, സ്മോളസ്റ്റ് സിഗ്നിഫിക്കൻസ് ലെവൽ ആണ് P-value എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? ഇതൊരു സിഗ്നിഫിക്കൻസ് ലെവൽ ആയ കാരണം തന്നെ P-valueനെ ഒബ്സർവ്ഡ് സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറയാം. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കൂ. അപ്പൊ P-valueന്റെ വാല്യൂസ് 0 മുതൽ 1 വരെയാണെന്ന് പറഞ്ഞു.
ഇപ്പൊ എച്ച് നോട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെയാണ് സ്മോളസ്റ്റ് ലെവൽ അറ്റ് വിച്ച് എച്ച് നോട്ട് ക്യാൻ ബി റിജക്റ്റഡ് ആണ് ഈ പോയിന്റ് എന്ന് പറയുന്നത് എച്ച് നോട്ട് റിജക്ട് ചെയ്യണം ആ ക്രിട്ടിക്കൽ ലെവൽ നമ്മൾ പറയുന്നത് ആ സ്മോളസ്റ്റ് ലെവലാണ്. ഇനി ഓപ്ഷൻ ഇവിടെ ഈ എച്ച് നോട്ടിന് ഗ്രേറ്റർ ആയിട്ടുള്ള ഇത്രയും ഏരിയ അപ് ടു 1 വരെയുള്ള ഈ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ് റിജക്ട് എച്ച് നോട്ട് വെൻ ആൽഫ ലൈസ് ചെയ്യുക. നമ്മൾ ആൽഫയുടെ വാല്യൂ ഇവിടെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എച്ച് നോട്ട് റിജക്ട് ചെയ്യും. അതായത് പി വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആയിരിക്കും. ഇനി ബിയുടെ കേസ് ഈ 0 മുതൽ ഇവിടെ വരെയുള്ള വാല്യൂസ് ആണെന്നുണ്ടെങ്കിലോ ഡു നോട്ട് റിജക്ട് ബിക്കോസ് ആൽഫ ഇവിടെ വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ ആൽഫ പി വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അതായത് ആൽഫ ലെസ് ആണ്, പി വാല്യൂ ഗ്രേറ്റർ ദാൻ ആൽഫ ആയിരിക്കും ബി എന്ന് പറയുന്ന റീജിയൻ. പി വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആൽഫ. അപ്പൊ പി വാല്യൂ ഗ്രേറ്റർ ദാൻ ആൽഫ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക റിജക്ട് ചെയ്യും, ഡു നോട്ട് റിജക്ട് ചെയ്യും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഡു നോട്ട് റിജക്ട് എച്ച് നോട്ട് വെൻ ആൽഫ ലൈസ് ഹിയർ. റിജക്ട് എച്ച് നോട്ട് വെൻ ആൽഫ, അത് എ എന്ന് പറയുന്ന സെക്ഷൻ ഈ പോയിന്റ് തൊട്ടിട്ട് 1 വരെ വരുന്നത് നമ്മൾ റിജക്ട് ചെയ്യും. ഇത് സ്മോളസ്റ്റ് ലെവലാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള ലെവലിലൊക്കെ അതിൽ റിജക്ഷൻ ആണ്. സ്മോളസ്റ്റ് ലെവലാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് റിജക്ട് ചെയ്യും. ഇതിന്റെ ലെഫ്റ്റിലോട്ട് ഡു നോട്ട് റിജക്ട് ആണ്. ഇതാണ് കമ്പാരിസൺ വിത്ത് ആൽഫ വിത്ത് പി വാല്യൂ ആണ് ഈ ഡയഗ്രാം കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സെറ്റ് ടെസ്റ്റിലെ പി വാല്യൂ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. പി വാല്യൂസ് ഫോർ സെറ്റ് ടെസ്റ്റ്. പി വാല്യൂല് നമുക്ക് 3 കേസസ് ആണ് ഇതിൽ വരിക. ഫസ്റ്റ് നമ്മൾ അപ്പർ ടെയിൽഡ് ടി സെറ്റ് ടെസ്റ്റ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? പി വാല്യൂ 1 മൈനസ് 5 ഓഫ് സെഡ് ആണ്. ഇതാണ് 1 മൈനസ് 5 ഓഫ് സെഡ്. ലോവർ ടെയിൽഡ് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിലോ 5 ഓഫ് സെഡ് തന്നെയായിരിക്കും. 2 ടെയിൽഡ് ആണെങ്കിൽ 2 ടൈംസ് 1 മൈനസ് 5 ഓഫ് മോഡ് സെഡ്. ഓക്കെ, ഓരോന്നും ഞാൻ ഈ ഡയഗ്രാം വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് അപ്പർ ടെയിൽഡ് ടെസ്റ്റ്. അപ്പർ ടെയിൽഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് പി വാല്യൂ എന്ന് പറയുന്നത് ഈ അപ്പർ ടെയിൽ ഏരിയ ആണ്. ഇത് ഷെയ്ഡ് ചെയ്ത ഈ പോർഷൻ ആണ്. അതിന്റെ ഏരിയ എത്രയാ വരിക? മൊത്തം ഈ കർവിന്റെ ഈ സെറ്റ് കർവിന്റെ ഏരിയ 1 ആണ്. ആ 1ൽ നിന്നും ഈ 5 ഇവിടെ നിന്നുള്ള വാല്യൂ, ഈ വാല്യൂ ആണ് 5 ഓഫ് സെഡ്. ഇവിടെ കിടക്കണ ഈ വാല്യൂ ആണ് 5 ഓഫ് സെഡ്. ആ 5 ഓഫ് സെഡ് മൈനസ് ചെയ്താൽ മതി. 1 മൈനസ് 5 ഓഫ് സെഡ് ചെയ്താൽ മതി. ഈ സെഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ വാല്യൂ, ഈ പോയിന്റ് ക്രിട്ടിക്കൽ വാല്യൂ. അതിന്റെ 5 ഓഫ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെഡ് എന്ന് പറയുന്നത് നമ്മൾ ആ സെഡ് ടേബിളിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂ. അതായത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഏരിയ ആണ് 5 ഓഫ് സെഡ്. ആ ഏരിയയിൽ നിന്ന് 1 ൽ നിന്ന് ഈ ഏരിയ മൈനസ് ചെയ്താലാണ് ഈ ടെയിൽ കിട്ടുക അല്ലേ? അതാണ് 1 മൈനസ് 5 ഓഫ് സെഡ്. ഇനി ലോവർ ടെയിൽ ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിലോ ലോവർ ടെയിൽ ടെസ്റ്റിൽ ലോവർ ടെയിലാണ് നമ്മുടെ പി വാല്യൂ കിടക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ കാൽക്കുലേറ്റഡ് സെഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 5 ഓഫ് സെഡ് തന്നെയാണ്. ജസ്റ്റ് 1 മൈനസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഏരിയ എന്താണ്? അതാണ് 5 ഓഫ് സെഡ്. ഇത് ഈ സെഡ് എന്നുള്ളത് ക്രിട്ടിക്കൽ വാല്യൂ. ഇനി നമുക്ക് 2 ടെയിൽ ടെസ്റ്റ് ഉണ്ട്. 2 ടെയിൽ ടെസ്റ്റ് ആകുമ്പോൾ രണ്ട് ഭാഗത്തും 2 ടെയിൽ ഏരിയ നമുക്ക് വരും. അപ്പൊ പി വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ടെയിലിന്റെ ഏരിയയുടെ സം ആയിരിക്കും. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഇവിടെ സെഡ് നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ സെഡ് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് 2 ടൈംസ് 1 മൈനസ് 5 ഓഫ് മോഡ് സെഡ് എന്ന് എഴുതുന്നത്. ഈ മോഡ് സെഡ് വരാൻ കാരണം ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവ് ആയ കാരണമാണ്. അപ്പൊ നമുക്കറിയാം ഈ സെഡ് കർവ് എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. അതുകൊണ്ട് നെഗറ്റീവിന്റെ വാല്യൂയും പോസിറ്റീവിന്റെ വാല്യൂയും സെയിം വാല്യൂസ് ആയിരിക്കും. അതുകൊണ്ടാണ് മോഡ് സെഡ് മോഡ്ലെസ് വാല്യൂ എടുത്താൽ മതി. ഓക്കെ, അങ്ങനെ 3 കേസസ് ആണ് ഇതിൽ വരുന്നത് സെഡ് ടെസ്റ്റിൽ. നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യാം. The largest thickness for silicon wafers used in a certain type of integrated circuit is 245 micrometer. A sample of 50 wafers is obtained and the thickness of each one is determined, resulting in a sample mean thickness of 246.18 micrometer and a sample standard deviation of 3.60 micrometer. Does this data suggest that true average wafer thickness is something other than the target value? അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറയുന്ന ക്വസ്റ്റ്യനില് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ലാർജസ്റ്റ് തിക്നെസ് എന്ന് പറയുന്നത് സർക്യൂട്ട് തന്നിട്ടുണ്ട്. ലാർജസ്റ്റ് തിക്നെസ് തന്നിട്ടുണ്ട്. ലാർജസ്റ്റ് തിക്നെസ് ഫോർ സിലിക്കൺ അതാണ് 245 മൈക്രോമീറ്റർ. മാക്സിമം എത്ര തിക്നെസ് വരാന്നുള്ളത്. ഇനി എത്ര വേഫേഴ്സ് ഉണ്ട്? 50 വേഫേഴ്സ് ഉണ്ട്. അതിന്റെ സാമ്പിൾ മീൻ തിക്നെസ് എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് തിക്നെസ് ആണ് അത്. സാമ്പിൾ മീൻ തിക്നെസ് അത് നമ്മൾ എടുത്ത സാമ്പിളിന്റെ മീൻ തിക്നെസ് ആണ്
246.18 മൈക്രോമീറ്റർ. അതിന്റെ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട് 3.60 മൈക്രോമീറ്റർ. അപ്പൊ നമ്മൾക്ക് കാണേണ്ടത് എന്താ? ട്രൂ ആവറേജ് വേഫർ തിക്നെസ് ഈസ് അതർ ദാൻ ദ ടാർഗറ്റ് വാല്യൂ. ഓക്കെ, ട്രൂ ആവറേജ് വേഫർ തിക്നെസ് എന്ന് പറയുന്നത് 245 മൈക്രോമീറ്റർ ആണ്. അതിൽ നിന്നും ഡിഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സംതിങ് അതർ ദാൻ. അപ്പൊ അതർ ദാൻ എന്ന് പറയുമ്പോൾ mu equal to 245 മൈക്രോമീറ്റർ ആയിരിക്കും നമ്മുടെ നൾ ഹൈപ്പോത്തസിസ്. നമ്മൾ അതാണ് നോക്കുന്നത്. അതർ ദാൻ എന്ന് പറയുമ്പോൾ mu നോട്ട് ഈക്വൽ ടു 245 ആയിരിക്കും നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. നമുക്ക് നോക്കാം. പാരാമീറ്റർ ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ mu ആണ്, ദാറ്റ് ഈസ് ട്രൂ ആവറേജ് വേഫർ തിക്നെസ്. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ mu equal to 245 മൈക്രോമീറ്റർ. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് mu നോട്ട് ഈക്വൽ ടു 245. ഇനി നമുക്ക് തേർഡ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ നോക്കാം. അത് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും, സാമ്പിളിന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. N50 നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് അത് കണ്ടുപിടിക്കാം. അപ്പൊ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ എന്ന് പറയുന്നത് z equal to x bar minus 245. അത് നമ്മൾ h നോട്ടിൽ എടുത്തിട്ടുള്ള mu 245 ഡിവൈഡഡ് ബൈ s by √n. x bar എന്ന് പറഞ്ഞാല് സാമ്പിളിന്റെ മീൻ 246.18 ആണ്, മൈനസ് 245 ഡിവൈഡഡ് ബൈ s സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3.60 ഡിവൈഡഡ് ബൈ √50. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് z 2.32 കിട്ടി. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ 2.32 കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? അത് h നോട്ട് റിജക്ട് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ എന്ന് അറിയണം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ പി വാല്യൂ വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നോട്ട് ഈക്വൽ ടു, അപ്പൊ അത് ടു ടെയിൽ ടെസ്റ്റ് ആണ്. ടു ടെയിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരിക? 2 times 1 minus 5 of z. ഈ z എന്താണ്? 2.32. അപ്പോൾ 2.32ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മുടെ സെറ്റ് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കണം. അതാണ് 0.9898. സെറ്റ് ടേബിളിന് കറസ്പോണ്ടിങ് 2.32ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? ആ സെറ്റ് കർവിലെ സെറ്റ് ടേബിളിലെ 2.32ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നോക്കിയാൽ മതി. അപ്പൊ അത് 0.9898 കിടക്കുന്നുണ്ടാവും. അത് 1 മൈനസ് ചെയ്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ പി വാല്യൂ കണ്ടോ? 0നും 1ന്റെയും ഇടയിലായിട്ടുള്ള ഒരു വാല്യൂ കിട്ടി. ഇനി സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയായിരുന്നു? 1 പോയിന്റ് അല്ല കേട്ടോ, 0 പോയിന്റ് ആണ്. 0.01 ആണ് നമ്മൾ സിഗ്നിഫിക്കൻസ് ലെവൽ എടുത്തിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ പി വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ്. അപ്പോ നമ്മൾ h നോട്ട് റിജക്ട് ചെയ്യില്ല. അതായത് അതിന്റെ മീനിങ് എന്താണ്? അറ്റ് ദിസ് സിഗ്നിഫിക്കൻസ് ലെവൽ ദർ ഈസ് ഇൻസഫിഷ്യന്റ് എവിഡൻസ് ടു കാൽക്കുലേറ്റ് ദ ട്രൂ ആവറേജ് തിക്നെസ് ഡിഫേഴ്സ് ഫ്രം ദ ടാർഗറ്റ് വാല്യൂ. ഓക്കെ, അതാണ് പറയുന്നത്. ആ ഇൻസഫിഷ്യന്റ് എവിഡൻസ് അത്രയും സ്ട്രോങ് അല്ല എന്ന് മെഷർ ചെയ്തു. ആ മെഷർ ചെയ്ത് എന്ത് വെച്ചിട്ട്? ആ പി വാല്യൂ വെച്ചിട്ടാണ്. ആ മെഷർമെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പി വാല്യൂ. പി വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രോബബിലിറ്റി ആണ്. ഓക്കെ, next question. The incidence of a certain type of chromosome defect in the US adult male population is believed to be 1 in 75. A random sample of 800 individuals in US penal institutions reveals 16 who have such defects. Can it be concluded that the incidence rate of this defect among prisoners differs from the presumed rate for the entire adult male population? What p-value is associated with this test? Based on this p-value, calculate h naught be rejected at alpha equal to 0.20. അപ്പോൾ the incidence of a certain type of, അതായത് ഒരു ക്രോമസോം ഡിഫക്റ്റ് ആണ്. ആ ക്രോമസോം ഡിഫക്റ്റിന്റെ എത്രത്തോളം ഉണ്ടെന്നാ പറയുന്നത്? 75 പേരെടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് 1 in 75. അത് ആ പ്രോബബിലിറ്റി ആണ്. ഇനി നമ്മൾ റാൻഡം സാമ്പിൾ ഓഫ് 800 ഇൻഡിവിജ്വൽസ് എടുക്കുകയാണ്. അപ്പൊ നമ്പർ എന്ന് പറയുന്നതാണ് 800. ഇൻ US penal institution reveals 16 who have such a defect. അപ്പൊ നമ്മൾ ആ 800 ഇൻഡിവിജ്വൽ എടുത്തപ്പോൾ അതിൽ 16 പേർക്ക് ആ ഡിഫക്റ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ ആ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 16 ആണ്. Can it be concluded? അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വെച്ചിട്ട് ആ എൻ്റയർ അഡൽട്ട് മെയിൽ പോപ്പുലേഷനിലെ ആ ഡിഫക്റ്റിന്റെ കാര്യം നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പി വാല്യൂ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ആൽഫയും 0.20 എന്ന് തന്നിട്ടുണ്ട്.
അപ്പൊ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? പി ഈക്വൽ ടു 1/75 ആണ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ത് വരും? നോട്ട് ഈക്വൽ ടു 1/75 ആണ്. അപ്പൊ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ത് വരും? Z ഈക്വൽ ടു പി ക്യാപ് മൈനസ് പി നോട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പി നോട്ട് ഇൻറ്റു 1 മൈനസ് പി നോട്ട് ബൈ n. ഇവിടെ സെറ്റ് ടെസ്റ്റ് നമ്മൾ പോപ്പുലേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അത് വെച്ച് ചെയ്യേണ്ട സെറ്റ് ടെസ്റ്റ് ആണ്. അപ്പൊ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ സാമ്പിൾ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ പി ക്യാപ് എന്ന് പറഞ്ഞാൽ x/n ആണ്. x എത്രയാണ്? 16 അല്ലെ? 8 ആണ് ഇൻഡിവിജ്വൽ എടുത്തതിൽ അതിൽ 16. അപ്പൊ x/n 16/800 ദാറ്റ് ഈസ് പി ക്യാപ്പ് 0.02 കിട്ടി. ബാക്കിയുള്ള വാല്യൂസ് എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. പി കണ്ടില്ലേ? നൾ ഹൈപ്പോത്തിസിസ് 1/75 ആണ് എടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ തന്നിട്ടുണ്ട് 1/75. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ Z 1.644 ആണ് കിട്ടിയത്. ഇനി പി വാല്യൂ കണ്ടുപിടിക്കണം. ഈ പി വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ പി വാല്യൂവിന്റെ റിസൾട്ടും ഈ ആൽഫയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും. ഏതാണ് ഗ്രേറ്റർ എന്ന് നോക്കും. അതനുസരിച്ച് നമ്മൾ H നോട്ട് റിജക്ട് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കും. നമുക്ക് നോക്കാം. പി വാല്യൂ കണ്ടുപിടിക്കണം. നോട്ട് ഈക്വൽ ടു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ആയിരുന്നു. HA നോട്ട് ഈക്വൽ ടു 1/75 ആയിരുന്നു. അതുകൊണ്ട് ടു ടെയിൽ ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ഇൻറ്റു phi of z എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ എഴുതാം? എനിക്ക് പ്രോബബിലിറ്റി ഓഫ് z ഗ്രേറ്റർ ദാൻ മോഡുലസ് വാല്യൂ 1.644. ടു ടെയിൽ ടെസ്റ്റ് ആയ കാരണമാണ് മോഡ് z എന്നല്ല നമ്മൾ എടുക്കുക. അപ്പൊ 1.644 ആണ് z കിട്ടിയത്. എങ്കിൽ അതിനെ എനിക്ക് ഇങ്ങനെ 2 ഇൻറ്റു 1 മൈനസ് phi of z എന്ന് എഴുതാം. phi of z എന്ന് പറഞ്ഞാൽ z ഗ്രേറ്റർ ദാൻ ഈ വാല്യൂ. അപ്പൊ ഈ ടേബിൾ വെച്ചിട്ട് പി വാല്യൂ എന്ന് പറയുന്നത് ഇത് phi of z 1 മൈനസ് phi of z 0.05 എന്ന് വരും. അത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.10. ഇവിടെ ശ്രദ്ധിക്കണം. ആൽഫ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ 0.20 തന്നിട്ടുണ്ട്. ഇനി ഈ പി വാല്യൂ എന്ന് പറയുന്നത് ഈ ആൽഫയെക്കാളും ചെറുതാണ്. 0.10 ലെസ് ദാൻ 0.20 ആണ്. അതിന്റെ അർത്ഥം എന്താ? ലെസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ H നോട്ട് റിജക്ട് ചെയ്യാം. വിത്ത് സിഗ്നിഫിക്കൻസ് ലെവൽ ഓഫ് 0.20. ഓക്കെ. നെക്സ്റ്റ് ആണ് പി വാല്യൂസ് ഫോർ ടി ടെസ്റ്റ്. ടി ടെസ്റ്റിലെ പി വാല്യൂസ് എങ്ങനെ വരുന്നു എന്നാണ്. അവിടെ നമ്മൾ പി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സെറ്റ് ടെസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ഈ ടി കർവിന്റെ ഏരിയ ആണ് പി വാല്യൂ ആയിട്ട് എടുക്കുക. അതില് ടി ടെസ്റ്റിൽ ഒരു ടേം കൂടി വരും DF, ദാറ്റ് ഈസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ ഇക്വേഷൻ എന്താ? n-1 ആണ്. ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ ദ വൺ സാമ്പിൾ ടി ടെസ്റ്റ് ഈസ് n-1 ആണ്. n എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ്. അപ്പൊ അതിൽ 3 കേസ് വരും. അപ്പർ ടെയിൽ ടെസ്റ്റ്, ലോവർ ടെയിൽ ടെസ്റ്റ്, ദെൻ ടു ടെയിൽ ടെസ്റ്റ്. അപ്പർ ടെയിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ പി വാല്യൂ അപ്പർ ടെയിൽ ഏരിയ ആണ്. അത് ഈ വാല്യൂ എന്ന് പറയുന്നത് കാൽക്കുലേറ്റഡ് ടി. നമ്മൾ സെഡ് പറഞ്ഞ സ്ഥാനത്ത് ടി വന്നു. ഇത് ടി കർവ് ആണ്. നമ്മളെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടി കർവ് ആണ് കാണിച്ചിട്ടുള്ളത്. ലോവർ ടെയിൽ ഏരിയ വരുമ്പോൾ എന്താണ് വരിക? ലോവർ ടെയിൽ ഏരിയ വരുമ്പോൾ പി വാല്യൂ എന്ന് പറഞ്ഞാൽ ലോവർ ടെയിൽ ഏരിയയിൽ വരും. അപ്പൊ അതിന്റെ കാൽക്കുലേറ്റഡ് ടി ആണ് ഇവിടെ വരുന്നത്. ടു ടെയിൽ ടെസ്റ്റ് ആണെങ്കിലോ HA കണ്ടെയ്ൻസ് ഇൻഇക്വാളിറ്റി നോട്ട് ഈക്വൽ ടു. ഇവിടെ കണ്ടോ? അപ്പർ ടെയിൽ ആവുമ്പോൾ HAയുടെ ഇൻഇക്വാളിറ്റി എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ. ലോവർ ടെയിൽ ആണെങ്കിൽ HA എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്, അതിന്റെ ഇൻഇക്വാളിറ്റി ലെസ് ദാൻ ആയിരിക്കും. ടു ടെയിൽ ആണെങ്കിൽ അത് നോട്ട് ഈക്വൽ ടു എന്നായിരിക്കും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടെസ്റ്റ് ആണിത്. നമ്മൾ ഈ ഇൻഇക്വാളിറ്റിയുടെ സൈൻ നോക്കിയിട്ടാണ് ഏത് ടെസ്റ്റ് വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ടിയും മൈനസ് ടിയും കിട്ടും. ഇവിടെ പോസിറ്റീവ് ടി ആയിരിക്കും, ഇവിടെ മൈനസ് ടി ആയിരിക്കും. അപ്പൊ അതിന്റെ രണ്ടിന്റെയും സം എടുത്താൽ മതി പി വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ക്വസ്റ്റ്യൻ നോക്കാം. ദ അക്കമ്പനിങ് ഡാറ്റ ഓൺ ക്യൂബ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് സ്പെസിമെൻസ് അപ്പിയർഡ് ഇൻ ആൻ ആർട്ടിക്കിൾ. ഒരു ആർട്ടിക്കിൾ സ്പെസിമെൻസിന്റെ എന്താ തന്നിരിക്കുന്നത്? കംപ്രസീവ് സ്ട്രെങ്ത്, ക്യൂബ് കംപ്രസീവ് സ്ട്രെങ്ത് തന്നിട്ടുണ്ട്. മെഗാ പാസ്കൽ കംപ്രസീവ് സ്ട്രെങ്ത്. എത്ര ഡാറ്റാസ് തന്നിട്ടുണ്ട്? 1 2 3 4 5 6 7 8 9 10 സാമ്പിൾസിന്റെ തന്നിട്ടുണ്ട്.
Suppose the concrete will be used for a particular application unless there is strong evidence that true average strength is less than 100 megapascal. Should the concrete be used? Carry out a test of appropriate hypothesis using the p-value method. p-value മെത്തേഡിൽ വെച്ചിട്ട് ചെയ്യാൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കേണ്ടത് എന്താണ്? h നോട്ട് mu എന്ന് പറയുന്നത് ലെസ് ദാൻ നമുക്ക് there is strong evidence that true average strength is less than 100 megapascal. ഇതാണ് നമ്മുടെ h നോട്ട്. എന്ത് h നോട്ട് എന്ന് പറയുന്നത്? null hypothesis. അപ്പോ ഇത് application unless there is strong. അപ്പോൾ h നോട്ട് null hypothesis നമ്മൾ mu greater than or equal to 100. ഇവിടെ h a ആണ് ഈ പറയുന്നത് unless എന്ന് പറയുമ്പോൾ. അപ്പോൾ alternative hypothesis എന്തായിരിക്കും? mu less than 100 എന്ന് എടുത്തു. Then test statistic എന്ന് പറയുന്നത് x bar minus mu naught divided by s by root n ആണ്. അപ്പോൾ സാമ്പിൾ സൈസ് 10 ആണ്, നമ്മൾ കൗണ്ട് ചെയ്തെടുത്തു. ഈ തന്നിരിക്കുന്ന ഡാറ്റാസ് 10 സാമ്പിൾസിന്റെ ആണ്. സാമ്പിൾ മീൻ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? സാമ്പിൾ മീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ സാമ്പിൾസ് തരികയാണെങ്കിൽ മീൻ കാണണമെങ്കിൽ എല്ലാ ഡാറ്റാസും ആഡ് ചെയ്തിട്ട് അതിന്റെ എത്ര നമ്പർ ഓഫ് ഡാറ്റ ഉണ്ടോ ആ നമ്പറോട് ഡിവൈഡ് ചെയ്യുക. ഇവിടെയാണെങ്കിൽ 112.3 പ്ലസ് 97 പ്ലസ് 92.7 പ്ലസ് 86 പ്ലസ് 102 പ്ലസ് 99.2 പ്ലസ് 95.8 പ്ലസ് 103.5 പ്ലസ് 89 പ്ലസ് 86.7 ആ സമ്മിന്റെ കൂടെ ഡിവൈഡഡ് ബൈ 10 സാമ്പിൾസ് അല്ലേ? ഡിവൈഡഡ് ബൈ 10 ചെയ്യാം. അപ്പൊ നമുക്ക് സാമ്പിൾ മീൻ 96.22 വന്നു. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയേർഡ് ഡിഫറൻസ് ആദ്യം കാണണം. മീനിൽ നിന്നും സ്ക്വയേർഡ് ഡിഫറൻസ് കണ്ടുപിടിക്കാം. അതെങ്ങനെയാ സ്ക്വയേർഡ് ഡിഫറൻസ് കാണുക? ഓരോ ടേമും ഇപ്പൊ ഈ ടേം ആണെങ്കിൽ 112.3 മൈനസ് മീൻ 96.22 അതിന്റെ സ്ക്വയർ. നെക്സ്റ്റ് പേജിൽ ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. 112.3 മൈനസ് 96.2 അതാണ് ഫസ്റ്റത്തെ റീഡിങ്ങിന്റെ സ്ക്വയേർഡ് ഡിഫറൻസ് ഫ്രം ദ മീൻ. അതുപോലെ ഓരോ എലമെന്റ് ഓരോ ഡാറ്റയുടെയും അങ്ങനെ കാണണം. അടുത്തത് 97 മൈനസ് 96.22 ദ ഹോൾ സ്ക്വയർ. അങ്ങനെ അപ് ടു ലാസ്റ്റ് ടേം ഏതാണ്? 86.7 മൈനസ് 96.22 ദ ഹോൾ സ്ക്വയർ. അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിൽ അങ്ങനെയാണ് നമുക്ക് എസ് എന്ന് പറയുന്നത് 8.78 തന്നത്. ഇതുവരെ പ്രോബ്ലത്തിൽ ഡയറക്റ്റ് തന്നു. ഇത് ഡാറ്റ തന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ടി എന്ന് പറഞ്ഞാൽ എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ എസ് ബൈ റൂട്ട് എൻ ആണ്. അപ്പൊ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതിയിട്ടുള്ളത്? 96.22. മ്യൂ നോട്ട് നമ്മൾ നൾ ഹൈപ്പോസിസിൽ എടുത്തത് 100 ആണ്. എസ് എന്ന് പറഞ്ഞാൽ 8.78. റൂട്ട് എൻ എന്ന് പറഞ്ഞാൽ 10 ആണ്. റൂട്ട് 10. അപ്പൊ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് -1.36 ആണ്. അപ്പൊ നമുക്ക് ടി ഡിസ്ട്രിബ്യൂഷനിലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര വരും? n 10 ആണെങ്കിൽ n-1 9 ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതിൽ കറസ്പോണ്ടിങ് ആയിട്ട് ടിയുടെ വാല്യൂ -1.36 ആണ്. നമുക്ക് കറസ്പോണ്ടിങ് സിഗ്നിഫിക്കൻ ആ പി വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 ആയ കാരണം നമ്മൾ വൺ സൈഡ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ പി ഓഫ് ടി ലെസ് ദാൻ -1.36 ആണ് എടുക്കുന്നത്. അപ്പൊ അത് ടേബിളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് 0.101 എന്ന് വരും. അപ്പൊ പി വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സിഗ്നിഫിക്കൻസ് ലെവലാണ്. 0.05നേക്കാളും ഗ്രേറ്റർ ആണ്. ഗ്രേറ്റർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ റിജക്ട് ചെയ്യില്ല. ദർ ഇസ് നോട്ട് ഇനഫ് എവിഡൻസ് to reject the null hypothesis. The data does not provide strong evidence to suggest that true average strength is less than 100 MPa. Okay. അപ്പോൾ ഇതിൽ സാമ്പിൾ മീൻ്റെ ആണ്. സാമ്പിൾ മീൻ്റെ ഇക്വേഷൻ എക്സ് ബാറിന് സം ബൈ എൻ അത് 96.22 വന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് സ്ക്വയർ ഡിഫറൻസസ് ഫ്രം ദ മീൻ ആണ്. അതാണ് ഞാൻ നേരത്തെ കാണിച്ചിരിക്കുന്നത്. ഓരോ ഡാറ്റയുടെയും മീൻ കൊണ്ട് മൈനസ് ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ എടുത്തു. ഓരോ ഡാറ്റയും മീൻ കൊണ്ട് മൈനസ് ചെയ്ത് സ്ക്വയർ എടുത്തു. ഓരോ ഡാറ്റയും മൈനസ് മീൻ അതിന്റെ സ്ക്വയർ അതിന്റെ ആഡ് ചെയ്ത സം ഓഫ് സ്ക്വയർ ഡിഫറൻസസ് ഫ്രം ദ മീൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. ഇനി ഇത് നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ്
t ലെസ് ദാൻ മൈനസ് 1.36 എങ്ങനെയാ കണ്ടുപിടിക്കുക നോക്കാം. ഇതിൽ നിന്നാണ് അത് കിട്ടുക. നമുക്ക് കാണേണ്ടത് എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് t ലെസ് ദാൻ മൈനസ് 1.36 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 9 ആണ്. അപ്പൊ 9 എന്നുള്ള റോ എടുക്കുക. ഈ 9 എന്നുള്ള റോയില് 1.36 എന്നുള്ള വരുന്നത് എവിടെയാണ് നോക്കുക. 1.36 ഇവിടെയാണ് 1.1 1.38 3638. അപ്പൊ ഏതാണ്ട് കറക്റ്റ് ആണ്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇത് ഏതാ വൺ ടെയിൽ ടെസ്റ്റ് ആയിരുന്നു നമ്മൾ എടുത്തത്. വൺ ടെയിൽ ടെസ്റ്റ് ആകുമ്പോൾ 0.10. അങ്ങനെയാണ് നമുക്ക് 0.10 ആൻസർ കിട്ടിയത്. ഈ വാല്യൂ 0.10 ആയിട്ട് കിട്ടിയത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മൾ തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുകയാണ്. കോൺഫിഡൻസ് ലെവല് തൊട്ടിട്ട് നമ്മളിപ്പോൾ പി വാല്യൂ വെച്ചിട്ട് ഉള്ള പ്രോബ്ലം വരെ കഴിഞ്ഞു. അപ്പോൾ മൊഡ്യൂൾ ഫുൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.